സമയം നോക്കിയേ 3:02 അല്ലേ, 3 മണി. പോർച്ചുഗൽ vs ജർമ്മനി മാച്ച് ഇപ്പൊ കണ്ടു വെച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞേ ഉള്ളൂ അല്ലേ. മാച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഡെൻമാർക്കിനെതിരെ പോർച്ചുഗൽ കളിച്ച കളിയല്ല പോർച്ചുഗൽ ജർമ്മനിക്കെതിരെ ഇന്ന് കളിച്ചത്. യുഎഫ്എ നാഷണൽ ലീഗ് നടക്കുന്നത് തന്നെ ജർമ്മനിയിലാണ്. ജർമ്മനിന്റെ ഹോം ഗ്രൗണ്ടിൽ പോർച്ചുഗലിന് ഇത്രമാത്രം നല്ല പെർഫോമൻസ് കാണിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഫുട്ബോളിന്റെ അപ്ഡേറ്റ് നൽകുന്ന, അല്ലെങ്കിൽ ബെറ്റിംഗ് സൈറ്റും അതുപോലെ തന്നെ ഫുട്ബോളിന്റെ ന്യൂസ് നൽകുന്ന എല്ലാ സൈറ്റുകളും പറഞ്ഞത് പോർച്ചുഗൽ തോൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ്. പക്ഷെ ഇന്ന് കണ്ട കളി ഉണ്ടല്ലോ മക്കളെ, അറ്റാക്കിങ്ങിലാണെങ്കിലും ഡിഫൻസിലാണെങ്കിലും പോർച്ചുഗൽ കിടിലൻ കളിയായിരുന്നു. അങ്ങനെ കിടിലൻ കളിയാന്ന് പറയാനുള്ള കാരണം, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പോർച്ചുഗലിന്റെ സൈഡിൽ നിന്ന് ഇത്ര നല്ല പെർഫോമൻസ് കാണാൻ പറ്റുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ഹാഫിന് ശേഷം സെക്കൻഡ് ഹാഫിൽ ആ ഫസ്റ്റത്തെ ഗോൾ വീണത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ മാർട്ടിനസ് 2 കിടിലൻ സബ്ബാണ് കളത്തിലേക്ക് ഇറക്കിയത്. ഒന്ന് വിറ്റിന, അതുപോലെ തന്നെ രണ്ടാമത് ഫ്രാൻസിസ്കോ കോൺസാസോവിന്റെ ഫസ്റ്റ് ഗോളോടുകൂടി പോർച്ചുഗലിന്റെ എല്ലാ പ്ലേയേഴ്സിനും കോൺഫിഡൻസ് ലെവൽ അങ്ങ് കൂടി അല്ലേ. കോൺസാസോ ഗോൾ അടിച്ചതിന് ശേഷം മാർട്ടിനസിന്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള സെലിബ്രേഷൻ. അവൻ അത് അടിച്ചിരിക്കും എന്നുള്ള സെലിബ്രേഷൻ കിട്ടില്ലൻ എന്ന് വെച്ചാൽ ബോൾ എടുത്തു ഒരു സ്പീഡായിട്ടുള്ള റണ്ണ് മുന്നിലോട്ട് വെച്ചു അല്ലേ. അതിനുശേഷം കറക്റ്റായിട്ട് കർവ് അങ്ങോട്ട് അടിച്ച് ഗോൾ അങ്ങോട്ട് ഫിനിഷ് ചെയ്തു. ഫസ്റ്റ് ഗോൾ കിഡിലായിരുന്നു, നോ വേർഡ്സ് ആണ്. മാർട്ടിനസ് ഇറക്കിയ 2 സബ്, വിറ്റിന ആയാലും അതുപോലെ തന്നെ കോൺസസോ ആയാലും, അതിനുശേഷം കളി അങ്ങ് മാറി. ബാക്ക് ടു ബാക്ക് ഗോൾ വീണു. ന്യൂനോ മെൻഡസിന്റെ ഒരു കിഡിലൻ കർവ്, അതിനുശേഷം ഒരു ബ്രൂണോയിലേക്ക് ഒരു പാസ്, ബ്രൂണോ നേരെ വീണ്ടും ന്യൂനോ മെൻഡസിലേക്ക്, മെൻഡസിൽ നിന്ന് നേരെ വീണ്ടും റൊണാൾഡോയിലേക്ക്, റൊണാൾഡോ ഒരു ടച്ചോടുകൂടി അത് ഗോൾ ഫിനിഷ് ചെയ്തു. ഭയങ്കര കറക്റ്റായിട്ട് ഓഫ് സൈഡും കാര്യങ്ങളൊന്നും അല്ലാതെ റൊണാൾഡോ ഫിനിഷ് ചെയ്തുകൊണ്ട് 2-1 പോർച്ചുഗൽ ഫൈനലിലെത്തി അല്ലേ. കളി കഴിഞ്ഞപ്പോൾ അറ്റാക്കിങ്ങിന്റെ ആ ഒരു സ്റ്റാറ്റ്സ് നോക്കിയ സമയത്ത് ജർമ്മനിന്റെ പോസ്റ്റിന്റെ അകത്ത് പോർച്ചുഗലിൽ എത്ര ടച്ചുകളാണ്. 3 ബിഗ് ചാൻസ് ആണ് പോർച്ചുഗലിന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയത്. 17 ഷോട്ടുകൾ പോർച്ചുഗൽ അടിച്ചുകൂട്ടി. കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. ഇതുപോലത്തെ ഒരു മൂവാണ് ഫൈനൽ വെക്കുന്നതെങ്കിൽ ഫൈനലും കിഡിലൻ പെർഫോമൻസ് ആയിരിക്കും. അണ്ണന് വിരമിക്കുന്നതിന് മുമ്പ് ഒരു ഇന്റർനാഷണൽ ട്രോഫി കൂടി അടിച്ചൊരു വിരമിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ്.